ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക അമ്മയുടെ എല്ലാ തന്ത്രങ്ങളിലും അച്ഛൻ വീണു പോകുന്നു. ഭാര്യയെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും ഒരാള് അപവാദം പറഞ്ഞു പരത്തിയ അത് അച്ഛനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാവോ? ഇത് അപവാദം പറഞ്ഞു പരത്തുക മാത്രമല്ലല്ലോ മോളെ അവര് ചെയ്തത്. അവൾ ഒരു കെണി ഒരുക്കി എന്നെ ആ ജഗന്നാഥേട്ടനെയും കൂടി അവൾ അതില് വീഴ്ത്തി. അതല്ലേ പ്രതാപേട്ടനെ കാണിച്ചു കൊടുത്ത്. പ്രതാപേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതൊരു മനുഷ്യനും വിശ്വസിച്ചു പോകുന്ന തരത്തിലല്ലേ അവളെ കെണി ഒരുക്കിയത്. എന്താണെങ്കിലും അച്ഛനെ പോലെ ഒരാള് അങ്ങനെ വിശ്വസിക്കാവോന്നാ ഞാൻ ചോദിക്കുന്നത്. അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ അംബിക അമ്മായി പറയുന്ന ഏത് കാര്യവും അച്ഛൻ വിശ്വസിക്കുക. അതാ എനിക്ക് മനസ്സിലാവാത്ത. മോളെ, പ്രതാപേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു നാടകം കളിച്ചു നിൽക്കാൻ അംബികയ്ക്ക് നന്നായിട്ട് അറിയാം. അതാ അവളുടെ മിടുക്ക്. അമ്മേ, എന്നെപ്പോലെ തന്നെ അമ്മയുടെ താല്പര്യപ്രകാരമല്ലേ അമ്മ അച്ഛനെ കല്യാണം കഴിച്ചത്? അതെ. പക്ഷേ എനിക്ക് പ്രതാപേട്ടനോടുണ്ടായ പ്രണയത്തിന് കാരണക്കാരൻ പ്രധാനമായിട്ടും എന്റെ അച്ഛനാ. അച്ഛന് പ്രതാപേട്ടനോടുണ്ടായിരുന്ന അതിര് കവിഞ്ഞ സ്നേഹം. ഏതു നേരവും അച്ഛന് പ്രതാപേട്ടനെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ ശ്രുതിഗീതം കേട്ട് കേട്ടാ ഞാൻ പ്രതാപേട്ടനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആദ്യകാലത്ത് പ്രതാപേട്ടൻ എന്നെ ജീവനായിരുന്നു. അംബികയുടെ ഇടപെടല ഞങ്ങളുടെ ജീവിതം തകർത്തത്. ഞാനിത് എപ്പോഴും മോളോട് പറയുന്നത് ഇതൊരു പാഠവാ. നമ്മുടെ സ്വകാര്യതകളിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും മറ്റൊരാൾ ഇടപെടാൻ നമ്മൾ അനുവദിക്കരുത്. അതിനവസരം കൊടുക്കരുത്. അതിപ്പോ ബന്ധുക്കളായാലും എത്ര പ്രിയപ്പെട്ടവരായാലും പേഴ്സണൽ ലൈഫിലേക്ക് അവരൊരിക്കലും കടന്നു വരരുത്. മോളും രാജുവും തമ്മില് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് വളരെ ക്ഷമയോടെ പരസ്പരം പറഞ്ഞു തീർക്കണം. ശരി അമ്മേ. മോളെ, ഏതൊരു പെണ്ണിന്റെയും പുണ്യോ അവളുടെ ഭർത്താവ്. അക്കാര്യത്തില് എന്റെ മോളൊരു പുണ്യവതിയാ. രാജു അത്രയ്ക്ക് നല്ലവനാ. അവൻ എത്ര പാവമാണെന്നുള്ളതിന്റെ തെളിവല്ലേ കണ്ടത്. സ്വന്തം ഭാര്യയോടുള്ള പ്രണയം പോലും പറയാനാവാതെ എന്തെല്ലാം കുഴപ്പങ്ങളിൽ അവൻ ചെന്ന് ചാടിയത്. കുറച്ച് നീ കൊണ്ട് അവനെ ചാടിച്ചതാ. രാജുവിനെ തെറ്റിദ്ധരിച്ചതിലും എനിക്ക് വലിയ വിഷമമുണ്ടമ്മേ. മോളെ, എന്ത് തെറ്റിദ്ധാരണകളായാലും അത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവാതെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. ഈ അമ്മയുടെ അനുഭവം ഒരു പാഠമാക്കണം. സ്നേഹത്തിന്റെ ഒരു കടല രാജുന്റെ മനസ്സ്. മോള പാവത്തിനെ ഇനി കരയിക്കരുത്. ഇല്ലമ്മേ, ഒരിക്കലും കരയിക്കില്ല.